ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ VN വീഡിയോ എഡിറ്റർ ട്യൂട്ടോറിയലിൻ്റെ 8ാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുമ്പ് നമ്മൾ VN വീഡിയോ എഡിറ്റർ ട്യൂട്ടോറിയലിൻ്റെ 7 വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിനു മുമ്പുള്ള 7 വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ VN വീഡിയോ എഡിറ്റർ ട്യൂട്ടോറിയൽ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് എങ്ങനെ സബ് ടൈറ്റിൽ കൊടുക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ VN വീഡിയോ എഡിറ്റർ ആപ്പ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്കിവിടെ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ടൈംലൈനിലേക്ക് ആഡ് ചെയ്യാം. നമുക്കൊരു വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ടൈംലൈനിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ പോയതിന് ശേഷം നമുക്കിവിടെ ഒരു വാട്ടർമാർക്ക് കാണാം. അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ 55 സെക്കൻഡുള്ള ഒരു ഷോർട്ട് വീഡിയോ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ടൈംലൈനിന് മുകളിലായിട്ട് നമുക്ക് ടാപ്പ് ടു ആഡ് സബ് ടൈറ്റിൽ എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നിന്നാണ് നമ്മൾ സബ് ടൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യാം. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ സബ് ടൈറ്റിൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് 3 ടൈപ്പ് സബ് ടൈറ്റിൽ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ വ്യൂ മോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ഇവിടെ ലഭിക്കുന്നതാണ്. ഇതിൽ നിന്ന് നമുക്കൊരെണ്ണം സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു സബ് ടൈറ്റിൽ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ സബ് ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലെ വോയിസിനനുസരിച്ചുള്ള സബ് ടൈറ്റിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലെ വോയിസിനനുസരിച്ച് നമ്മൾ സബ് ടൈറ്റിൽ ടൈപ്പ് ചെയ്തു. അതിനുശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന ടിക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സബ് ടൈറ്റിൽ നമ്മുടെ ടൈംലൈനിലേക്ക് ആഡായി. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഫോണ്ട് എന്നൊരു ഐക്കൺ കാണാം. ഫോണ്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിരവധി ടൈപ്പിലുള്ള ഫോണ്ടുകൾ കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് വീഡിയോ കാണുന്നവർക്ക് പെട്ടെന്ന് വായിക്കത്തക്ക രീതിയിലുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം കുറച്ച് ബോൾഡായിട്ടുള്ള ഫോണ്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വായിക്കാൻ സാധിക്കും. ഈ ഒരു ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്തു. ഇനി നമുക്കിവിടെ കളർ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ കളർ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് കളറും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫോണ്ടിൽ സെലക്ട് ചെയ്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇത് കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നു. ഇത് ഞാൻ സെലക്ട് ചെയ്തു. ഈ ഒരു ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്തു. ഈ ഒരു കളറും സെലക്ട് ചെയ്തു. ഇനി നമുക്കിതിൽ ഡ്രാഗ് ചെയ്ത് താഴേക്ക് മൂവ് ചെയ്ത് ഈ ഒരു പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യാം. ഈ ഒരു പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം നമുക്കിത് മൂവ് ചെയ്ത് മുമ്പിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ഈ ഒരു സബ് ടൈറ്റിൽ തന്നെ എഡിറ്റിൽ പോയിട്ട് നമുക്കിതിൻ്റെ ബാക്കി വോയിസിൻ്റെ അനുസരിച്ചുള്ള സബ് ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടുഡേ വി ആർ ഗോയിങ് ടു മൂന്നാർ. നെക്സ്റ്റ് വോയിസിനനുസരിച്ച് ഞാൻ അടുത്ത സബ് ടൈറ്റിൽ ടൈപ്പ് ചെയ്തു. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ടുഡേ വി ആർ ഗോയിങ് ടു മൂന്നാർ. ഇതേപോലെ നമുക്ക് അടുത്ത ടൈപ്പ് ചെയ്യണമെങ്കിൽ വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഡ്രാഗ് ചെയ്ത് മുമ്പിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നമുക്ക് എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അടുത്ത വാക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേപോലെ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മംഗ്ലീഷ് കീബോർഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മംഗ്ലീഷ് കീബോർഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഹായ് ഫ്രണ്ട്സ് ഇങ്ങനെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് മലയാളം ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ മലയാളം സബ് ടൈറ്റിൽ ഇതേപോലെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ VN വീഡിയോ എഡിറ്റർ ഉപയോഗിച്ച് എങ്ങനെ സബ് ടൈറ്റിൽ ആഡ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.